വി ഡി സതീശൻ ഇങ്ങനെ പോയാൽ രണ്ടാം ഊഴം ഉണ്ട് എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ദുർബലമായ ഒരു CPM, ഈ CPM-ന് ഉടനെയൊന്നും ഒരു സടകുടൽ ഞെണിയിപ്പ് പറ്റില്ല. KSകാർ വെറുതെ അദ്ദേഹത്തിന് കല്ലെറിയുന്നതാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചില സന്ദർഭങ്ങളൊക്കെ ചെയ്തിരിക്കാം. 47 പേര് KSക്ക് വേണ്ടി കൈപൊക്കിയപ്പോൾ 63-ൽ ബാക്കിയുള്ളവരെ വി ഡി സതീശനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. APCC പ്രസിഡന്റിൽ പിടി മുറുക്കുക എന്നുള്ളതാണ് KC വേണുഗോപാലിൻ്റെ തന്ത്രം. കാരണം മുഖ്യമന്ത്രി പറയുന്നതിനെ വീറ്റോ ചെയ്യാൻ പറ്റിയ ആളാണ് KPCC പ്രസിഡന്റ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം നടക്കുകയാണോ? മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പണ്ട് നടന്ന പടയൊരുക്കങ്ങളുടെ അനുരണനങ്ങൾ ഇപ്പോഴും കോൺഗ്രസിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണോ? ഇനിയിപ്പോൾ ഒരു വി ഡി സതീശൻ ഗ്രൂപ്പ് കൂടി കോൺഗ്രസിലൂടെ എടുക്കുമോ? പരിശോധിക്കാം നമുക്ക് നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നടക്കുന്ന പടനീക്കങ്ങൾ. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയത് വലിയൊരു അംഗം വെട്ടൽ വിജയിച്ചതിന് ശേഷമാണ്. ശക്തമായ നീക്കങ്ങളൊക്കെ നടന്നു, ജനങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക് അമർന്നിരിക്കുന്നു, ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ചില തീരുമാനങ്ങൾ തിരിച്ചടിയാകുന്നു. അത്തരത്തിലൊരു തീരുമാനത്തിൻ്റെ പേരിൽ ഇപ്പോൾ വലിയൊരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നു. ഗവൺമെൻറ് പ്ലീഡർ നിയമനം, പഴയ SFI പ്രവർത്തക ജിയോണ എങ്ങനെ ആ കസേരയിലെത്തി എന്നുള്ള ചോദ്യം ഉയർത്തുന്നു KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. അത് മുഖ്യമന്ത്രിക്ക് അത്ര പിടിച്ചില്ല. മുഖ്യമന്ത്രി ആ ഒരു വിഷയത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു പിണക്കം മാറ്റൽ രീതി അവലംബിച്ചില്ല. പിന്നാലെ ഡീൻ കുര്യാക്കോസ് പറയുന്നു താനാണ് ആ പേര് നിർദ്ദേശിച്ചത്. ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തക, യോഗ്യതയുണ്ട്, ആ ഒരു മാനദണ്ഡം കണക്കിലെടുത്താണ് നാമനിർദ്ദേശം ചെയ്തത്. പഴയ കാര്യങ്ങളൊന്നും തന്നെ നോക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ ഒരു വിഷയം ഉയർത്തി വി എം സുധീരൻ വളരെ ശക്തമായ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞു. KSUവിന് അഭിപ്രായം പറയാം, പക്ഷേ അതിൻ്റെ വേദിയിലായിരിക്കണം. KC വേണുഗോപാലും അതുപോലെ പറഞ്ഞിരിക്കുന്നു. എന്താണ് കോൺഗ്രസിൽ നടക്കുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിഷയം, ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, അതൊരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? കോൺഗ്രസിൽ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഈ വിഴുപ്പലക്കലുകൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ അനുസരിച്ചുള്ള ചെളിവാരിയേറിയൽ എല്ലാം നടന്നിട്ടുണ്ട്. 1970-കൾ മുതൽ, 70കളിലാണ് ഈ കോൺഗ്രസ് ശക്തമായത്. 67-ൽ തുടങ്ങിയ ഒരു ചെറിയ കോൺഗ്രസ് പിന്നീട് ശക്തമായൊരു കോൺഗ്രസ് ആയത് ഇന്നത്തെ UDFൻ്റെ ഏകദേശം രൂപമുള്ളൊരു UDF ഒക്കെ ഉണ്ടാക്കിയത് K കരുണാകരൻ 1970കളോടുകൂടിയാണ്. ആ 70 മുതൽ അവിടെ ഗ്രൂപ്പിസമുണ്ട്. K കരുണാകരനെ തട്ടാനായിട്ട് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് പിന്നീട് തിരുത്തൽവാദി എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, പിന്നെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പുകളുടെ ഒരു കളി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസാനം വന്ന് വി ഡി സതീശൻ KC വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് ഇത് മാറുമെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ലെങ്കിൽ വി ഡി സതീശൻ വെള്ളത്തിലായേക്കാം എന്നുള്ളതാണ്. കാരണം ഈ മന്ത്രിസഭയിലും മറ്റ് നേതാക്കളും ഒക്കെ തന്നെ കൂടുതലും KCയുടെ ഒപ്പമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് KC ആണ് പ്രബലൻ, ഈ നേതാക്കളുടെ എണ്ണത്തിൻ്റെ കാര്യമെടുക്കുകയാണ്. നിയമസഭാ സമിതി കൂടിയപ്പോൾ കണ്ടല്ലോ, 47 പേര് KCക്ക് വേണ്ടി കൈപൊക്കിയപ്പോൾ 63-ൽ ബാക്കിയുള്ളവരെ വി ഡി സതീശനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അവസാനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പിന്നെ മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ട്, പാണക്കാട് നിന്നുള്ള പിന്തുണ, മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ, ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായതെന്ന് നമുക്കറിയാം. അതെ, അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും KC തന്നെ ആകുമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതായത് ജനങ്ങളുടെ പിന്തുണയും ലീഗിൻ്റെ പിന്തുണയുമാണ് നിർണായകമായത് അല്ലേ? അതെ. അതിനോടൊപ്പം തന്നെ ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തെ പിന്തുണച്ചു എന്ന് വേണം കരുതാൻ. കാരണം അവർ പറഞ്ഞത് വി എം സുധീരനും പറഞ്ഞു, അതായത് അന്ന് പറഞ്ഞത് ജനപിന്തുണ അവഗണിക്കരുത് എന്ന് പറഞ്ഞു അല്ലേ, ജനവികാരം നമ്മൾ മാനിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. അപ്പോൾ അതെല്ലാം കൂടി വന്നപ്പോൾ വി ഡി സതീശന് നറുക്ക് വീഴുകയും അല്ലേ? അല്ല, പൊതുവിലൊരു വികാരം അന്നുണ്ടായിരുന്നു, ശക്തമായി പട നയിച്ച, കാരണം അന്ന് പ്രതിപക്ഷത്ത് നിന്ന് പട നയിച്ച ആള്. അതെ, കാരണം ഏറ്റവും ശക്തനായി പിണറായി വിജയൻ നിന്ന കാലത്ത് നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്ത് അധികമൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് അകത്ത് കൂടുതലുണ്ടായിരുന്നു. പുറത്ത് പത്രസമ്മേളനങ്ങളിലൂടെയൊക്കെ ആണെങ്കിലും അദ്ദേഹം പറ്റുന്ന വിധത്തിലൊക്കെ നേരിട്ട് കൊണ്ടിരുന്നു. പിന്നെ ഏറ്റവും വലുത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് എല്ലാം തന്നെ അദ്ദേഹത്തിന് വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞു.
ഓക്കെ, അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ വി ഡി സതീശൻ എന്നൊരു നേതാവ് ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത് എതിരാളിക്കൊരു പോരാളി, അതായത് പിണറായി വിജയനെ പോലൊരു ഒരു ഒരു കരുത്തനായ അല്ലെങ്കിൽ ഒരു ശക്തനായ ഒരു നേതാവ്, അദ്ദേഹം അങ്ങനെ ഒരു ഇമേജ്, ഒരു ഉരുക്ക് മനുഷ്യൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തല്ലോ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അതായത് ചോദിക്കാനും പറയാനും ആരുമില്ല, ഞാൻ തന്നെയാണ് എല്ലാം, ഞാൻ പറയുന്നതിന് എതിർവാക്ക് പറയാൻ ആരും തുനിയാൻ പോലും പാടില്ല, അത് സ്വന്തം പാർട്ടിയിൽ ഏറ്റവും അടുത്ത ആളാണെങ്കിൽ പോലും വെട്ടി ഒതുക്കും എന്നുള്ള രീതി അദ്ദേഹം അവലംബിച്ചു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു വെള്ളരിക്ക പട്ടണത്തിലെ രാജാവ് പോലെ അദ്ദേഹം കൊണ്ടുപോയി. അതെ, പ്രതിപക്ഷം ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോഴാണ് വി ഡി സതീശൻ ശക്തമായ രീതിയിൽ അത് ഞാൻ ഉണ്ടടാ ഇവിടെ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ നിയമസഭയ്ക്കകത്ത് ശക്തമായ പോരാണ് നടത്തിയത്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് പക്ഷേ കോൺഗ്രസ് പാടെ എനിക്ക് തോന്നുന്നു ശക്തമായ സമരങ്ങളൊന്നും തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല, അല്ലേ? അത് വി ഡി സതീശൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല, അണികൾ വേണ്ടേ, ആരും വെളിയിൽ ഇറങ്ങില്ല. ജനങ്ങൾ ഇതെല്ലാം കണ്ട് 10 വർഷത്തെ ഭരണത്തിൽ വെറുത്ത ജനം കോൺഗ്രസിനെ പിന്തുണ കൊടുത്ത് അധികാരത്തിലെത്തിക്കുക. അപ്പം ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ വികാരം, അതായത് LDFിനോടുള്ള വെറുപ്പ് പ്ലസ് വി ഡി സതീശൻ എന്ന ഒരു ധൈര്യമുള്ള നേതാവ്, അല്ലെ, കരുത്തനായ ഒരു നേതാവ് എന്നുള്ളൊരു ഇമേജ്, നിലപാടുകളുടെ നേതാവ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് വന്നത്. ഇത് കരുത്തിനേക്കാൾ കൂടുതൽ നിലപാടുകളെ രാജകുമാരൻ എന്ന് പറഞ്ഞതിലാണ് ആൾക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു അധികാരത്തിലേറി. പക്ഷേ ആ മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിൻ്റെ ഒരു കെറിവ് അല്ലെങ്കിൽ ആ ഒരു പിണക്കം ഇപ്പോഴും, നഷ്ടബോധം ഇപ്പോഴും KCക്ക് മാറിയില്ല എന്നാണ് ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മാറില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും ഇത് തുറന്നു പോകും. കാരണം വി ഡി സതീശൻ ഇങ്ങനെ പോയാൽ രണ്ടാം ഊഴം ഉണ്ട് എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ദുർബലമായ ഒരു CPM, ഈ CPMന് ഉടനെ ഒന്നും ഒരു സടകുടൽ ഞെണിയിപ്പ് പറ്റില്ല. കാരണം ഒന്നിനു പുറകെ ഒന്നായി അവർ തന്നെ ചെയ്ത ചെയ്തികളുടെ 5 വർഷത്തേക്ക് തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തേക്ക് അവർക്ക് പിടിപ്പത് പണി കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തു നിന്നൊക്കെ പലതായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് ആളുകളെല്ലാം കണ്ടതല്ലേ സർ? ഇപ്പോൾ ഈ PSC നടത്തിയ കടുംപെട്ട് എന്ത് വേണമെങ്കിലും എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രമേശ് ചെന്നിത്തല നേരെ നിന്നാൽ ഒരുപാട് പേര് അഴിക്കുള്ളിലാകും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഡിഫൻസിനെ പറ്റുള്ളൂ, ഒഫൻസിന് പറ്റില്ല. അതെ, പിന്നെ അവിടെ ഇനി പിണറായി വിജയൻ ഒരു അംഗം നയിക്കാനുള്ള ബാല്യം ഉണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അതെ, കറക്റ്റ്. അപ്പൊ ഇനി അവിടെ വേറൊരു നേതാവ് വളർന്നു വരണം. ശരിയാണ്, വേറൊരു നേതാവില്ല. വേറൊരു നേതാവിനെ ആഞ്ഞു വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷേ ബാലഗോപാലിൽ നിന്നും വി ഡി സതീശനെതിരായിട്ട് നിന്നുകൊണ്ട് ഒരു പട നയിക്കാൻ 29-ൽ 1 ഇന്ത്യ 1 ഇലക്ഷൻ വന്നാലും 31-ൽ കാലാവധി കഴിഞ്ഞ ഇലക്ഷൻ വന്നാലും അവിടെ ഒരു സാധ്യത വളരെ കുറവാണ്. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു നേതാവ് ഒരാളില്ല. അപ്പോൾ ഇവരൊരു വലിയ തെറ്റില്ലാതെ ഭരണം നടത്തിക്കൊണ്ട് പോയി ഇതേപോലെയൊക്കെ പോയാൽ മതി, വേറെ കൂടുതലൊന്നും ചെയ്യണ്ട. പക്ഷേ ഇപ്പോൾ ഉയർന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് വി ഡി സതീശൻ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു, അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അല്ല, അതിന് കാരണം എന്താണ്? ഈ കളി അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് മുൻപേ കൂട്ടി അദ്ദേഹം പായുകയാണ്. അത് ശരി. കാരണം പിടി കൊടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ കാലുവാരി അടിച്ചിടുമെന്ന് അറിയാം. അത് കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല. പിന്നെ ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് എന്ന് തോന്നിക്കും. അതിനൊരു സമിതി ഉണ്ടാക്കും. ആ സമിതി പഠിച്ച് പറയട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല, അവർ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറയും. ആ സമിതി ഇദ്ദേഹം പറയുന്നത് വീണ്ടും ഏറ്റുപറയും, അത് നടപ്പിലാക്കും. അത് പ്രിയം ആയാലും മദ്യനയമായാലും പിന്നെ ശേഷാദ്രിയെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ നിയമിച്ചതായാലും എല്ലാത്തിലും ഈ തരത്തിൽ ഉള്ള ഉടായ്പകളും അടവുകളും എല്ലാം വി ഡി സതീശന് അറിയാം. വി ഡി സതീശൻ ഈ കോൺഗ്രസിൻ്റെ KPCCയുടെ ചരിത്രം പഠിച്ച ആളാണ്. 1970 മുതൽ ഇന്നലെ വരെ നടന്ന ചരിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ഉമ്മൻചാണ്ടിയെ ആര് കാലുവാരി, AK ആന്റണിയെ ആര് കാലുവാരി, K കരുണാകരനെ ആര് കാലുവാരി, ഇങ്ങനെ കാലുവാരി തറയിലടിച്ച് പാരമ്പര്യമുള്ള ഈ കോൺഗ്രസിനകത്ത് എങ്ങനെ നിൽക്കണമെന്ന് വി ഡി സതീശൻ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ കീ പോസ്റ്റുകളിൽ ഇടതുപക്ഷം നിയമിച്ച അവരുടെ പിടിയിൽ നിൽക്കുന്ന, അവർക്ക് വേണ്ടി അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഓരോരുത്തരെ നിയമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഗീനാകുമാരി ചെയ്തത് നമുക്കറിയാം, ഗീനാകുമാരി ചെയ്തത് നമുക്കറിയാം. അവർ കൃത്യമായി പ്രതികൾക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നു, ജാമ്യം ലഭിക്കുന്നു. ആ കേസിൻ്റെ പിന്നീടുള്ള പോക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നിർണായകമായ സമയത്ത് മർമ്മത്തിന് വെട്ടാൻ ഇവർക്കൊക്കെ സാധിച്ചേക്കും. അതിന് പകരം ഈ ഇപ്പം ചാടിക്കയറി KC പറയുന്നവരെല്ലാം കൂടെ അപ്പോയിന്റ് ചെയ്താലേ ഗീനാകുമാരിയേക്കാൾ വലിയ ശല്യം ചെയ്ത് കളയും. ഗീനാകുമാരി പിന്നെയും ഈ പിണറായി വിജയൻ അപ്പുറത്താണല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ അല്പം ഒന്ന് മടിച്ചു നിൽക്കും. അതിന് പകരം വേറെ സാധനങ്ങൾ വന്നാൽ അതിനേക്കാൾ പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ പോസ്റ്റിംഗ് ആയാലും
അതിന് താഴോട്ട് വരുന്ന ഗവൺമെൻറ് ലീഡർമാരുടെ ആയാലും ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ലീഡറുടെ പോസ്റ്റിംഗ് ആയാലും എല്ലാം വി ഡി സതീശൻ വളരെ സൂക്ഷിച്ചേ ചെയ്യുള്ളൂ. കാരണം അദ്ദേഹത്തിനോട് ഇപ്പം തന്നെ പരാതി ഘടകകക്ഷികൾക്ക് വരെ ഉണ്ട്. 45 പോസ്റ്റുകൾ ഈ ഗവൺമെൻറ് ലീഡറുടെ 45ഓളം പോസ്റ്റുകൾ മുസ്ലിം ലീഗിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നുണ്ട്. അത് കൊടുത്തിട്ടില്ല ഇതുവരെ. അതുമൊക്കെ അദ്ദേഹം നോക്കിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൽ മറ്റ് ഘടകകക്ഷികൾ, കോൺഗ്രസിൻ്റെ അതോടൊപ്പം മറ്റ് ഘടകകക്ഷികളും ഞങ്ങൾക്കും 1, 2, 3 വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം ഇത് നല്ല കോളാണെന്നേ. ഇപ്പം 40,000-ന് പുറത്ത് ശമ്പളമുണ്ട് ഈ ഗവൺമെൻറ് ലീഡർക്ക്. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, കാശൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ അങ്ങനെയല്ല, ശമ്പളമുണ്ട്. ശമ്പളത്തിന് പുറമെ നല്ല കിമ്പളവും കിട്ടും. കാരണം ഗവൺമെൻറ്റിനെ പറ്റിച്ച് പ്രൈവറ്റ് പാർട്ടികൾക്ക് വേണ്ടി വാദിച്ച് കാശ് പോകെ ഉണ്ടാക്കുന്ന പാർട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അത് കയറിയ പൈസയാണെന്നറിയാം. മിണ്ടാതിരുന്നാലും അതിനും പൈസ കിട്ടും. പൈസ എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നോട്ട് കെട്ടുകൾ കിട്ടുമെന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് ലീഡർ പോസ്റ്റിലേക്കൊക്കെ ഭയങ്കര പിടിയാണ്. ആ പിടി ഇപ്പം മാർക്സിസ്റ്റുകാർ പറയുന്നത് 10 ലക്ഷവും 15 ലക്ഷവും കൊടുത്ത് ഇവിടെ ലേലം വിളിക്കുന്നതാണ് ഈ ഗവൺമെൻറ് ലീഡർ തസ്തിക. അപ്പോൾ ഓരോരുത്തരും പിടിയാണ്, ഓരോ നേതാക്കളും. ഈ പറയുന്ന ആരാണ് മാർക്സിസ്റ്റുകാർ? അല്ല, അത് കഴിഞ്ഞ 10 വർഷം അവരെന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. അത് കോടികൾ പിന്നെ ഉള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന പരിപാടികളാണ്. അവർ വാങ്ങിച്ചില്ലെങ്കിലും, ലക്ഷങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും ഇത് ഈ സ്ഥാനം വെച്ചിട്ട് കോടികളുടെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന പണികൾ അവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ലീഡർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു പോസ്റ്റായി മാറിയിരിക്കുകയാണ്. ഗവൺമെൻറ് ലീഡറെ വയ്ക്കുന്നു, എന്നിട്ട് ഗവൺമെൻറ് കേസുകൾ വാദിക്കാൻ കപിൽ സിബലിനെ പോലുള്ള അല്ലെങ്കിൽ അതുപോലത്തെ മുതിർന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിലൊക്കെ വാദിക്കാനായിട്ട് നിർത്തേണ്ട അവസ്ഥ വരികയാണ്. നോക്കാതിരിക്കാൻ വേറെ പണി അറിയാവുന്നവരെ കൊണ്ടുവരണം. പണി ചെയ്യാൻ പണി അറിയുന്നവരെ കൊണ്ടുവരണം. ഇവരെയൊക്കെ ഷോക്കോസിലേക്കാൻ വേണ്ടി മാത്രം. ഇതൊക്കെ ചുമ്മാതെ പാർട്ടിയിൽ കൊടി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പലർക്കും കൊടുക്കാനുള്ള പോസ്റ്റുകളാണ്. അതാണ് ഈ നമ്മുടെ KSU നേതാക്കളൊക്കെ ഇതിനെതിരെ ഭയങ്കരമായിട്ട് ശബ്ദമുയർത്തുന്നത്. അലോഷ്യസ് സേവ്യറിനെ പോലുള്ളവരൊക്കെ ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് ഒത്തിരി നാൾ വെള്ളം കോരി, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഇന്നലെ വന്ന പിന്നെ SFIയുടെ നേതാവിന് ഇവിടെ കൊടുക്കുന്നു എന്നൊക്കെയുള്ളതാണ് അവരുടെ ആരോപണങ്ങൾ. അതെ, അവരുടെ പരാതി. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ വീണ്ടും പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ, എന്തായാലും അധികാരം കിട്ടി, ജനങ്ങളെല്ലാം കണ്ടു, ജനങ്ങളുടെ എല്ലാം സപ്പോർട്ട് വി ഡി സതീശനുണ്ട്. അങ്ങനെ അറിയാവുന്നുള്ള മറുചേരിയിലുള്ളവർ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പദവിക്ക് ഇളക്കം തട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടപടി ഇപ്പോൾ ചെയ്തേക്കുമോ? കാരണം ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തി അദ്ദേഹത്തെ ഒന്ന് സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? പല പ്രാവശ്യം സമ്മർദ്ദത്തിലായി. ഈ ഫുട്ബോൾ കളി കണ്ടിട്ടില്ലേ? പെനാൽറ്റി ബോക്സിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രാവശ്യം അടിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഈ ഗോളിയുടെ ശ്രദ്ധയൊന്ന് മാറിപ്പോവും, അത് ഗോളാവുകയും ചെയ്യും. സമ്മർദ്ദമാണ് ഏറ്റവും വേണ്ടത്. പെനാൽറ്റി ബോക്സിൽ സമ്മർദ്ദം ചെലുത്തുന്ന പോലെ ക്യാബിനറ്റിലിട്ട് സമ്മർദ്ദം ചെലുത്തുക. പല പ്രാവശ്യം ആകുമ്പോൾ ഒരു അബദ്ധം വി ഡി സതീശന് പറ്റിയെന്നിരിക്കും. ധൃതി പിടിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, ഒരു അബദ്ധം പറ്റും. ആ അബദ്ധത്തിലിട്ട് വലയിൽ കുരുക്കുക. ഇല്ലെങ്കിൽ കേട്ട് കഴിവിയായിട്ടൊരു സാധനം വരും. 1991 ഇവിടെ കരുണാകരൻ അധികാരത്തിൽ വന്ന് ഇതുപോലെ 102 അദ്ദേഹത്തിന് 92 സീറ്റോ മറ്റായിരുന്നു അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 92 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സീറ്റോട് കൂടി അവിടെ കരുണാകരൻ വൻ ഭൂരിപക്ഷത്തിലാണെന്ന് അധികാരത്തിൽ വന്നത്. അദ്ദേഹത്തിന് എന്തെല്ലാം വിധത്തിൽ വെള്ളം കുടിപ്പിച്ചു AK ആന്റണിയും പാർട്ടിയും കൂടെ ചേർന്ന്. അതുപോലെ തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രമേശ് ചെന്നിത്തലയും കാർത്തികേയനും കൂടെ ചേർന്ന്, അന്ന് ഷനവാസ് ആയിരുന്നു അതിൻ്റെ മുഖ്യ ആള്. അദ്ദേഹത്തിന് 5 പ്രാവശ്യം കണ്ട് മത്സരിച്ച് 5 പ്രാവശ്യവും തോറ്റു. 3 പ്രാവശ്യം MLA ആയിട്ടും 2 പ്രാവശ്യം പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചുരുക്കമുണ്ടായിരുന്നു. അദ്ദേഹം കരുണാകരൻ ജയിക്കാൻ പറ്റുന്ന സീറ്റൊന്നും കൊടുത്തില്ല, എല്ലാം മോനാണ് കൊടുക്കുന്നത്. മോന് MP ആവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, ആൻ്റണിയും ഒക്കെ കൂടെ എന്ന്. അന്ന് 91 ഭയങ്കര പ്രശ്നമായി. ഇപ്പം നരസിംഹറാവുവിനോട് പറഞ്ഞ് ഈ ആൻ്റണിയെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയാൽ എനിക്ക് വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ട് ആൻ്റണിയെ ഇവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി. ആൻ്റണിയെ പൊക്കിയോടുകൂടി കരുണാകരൻ ഈ ആൻ്റണിയിൽ നിന്നുള്ള ശല്യം കുറഞ്ഞു. പിന്നെ തിരുത്തൽവാദികൾ നമ്മുടെ പിള്ളേരല്ലേ, ഇതിനെയൊക്കെ എനിക്ക് വെട്ടി ഒതുക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ആൻ്റണി പോയെങ്കിലും ഉമ്മൻചാണ്ടിയും പാർട്ടിയും കൂടെ വീണ്ടും പുറകിൽ നിന്ന് അടി തുടങ്ങി. അപ്പോഴാണ് ചാരക്കേസ് വന്ന് വിട്ടത്. ക്രയോജനിക് വിദ്യ അടിച്ചു മാറ്റാനാണ്. അത് എവിടെയാണ്? മാലി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, മീൻ പിടിച്ച് ഈ ചൂണ്ടയ്ക്ക് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളും പിന്നെ കുറച്ച് റിസോർട്ടുകളും ഉള്ള ഒരു രാജ്യമാണ്. അവിടെ ക്രയോജനിക്കൊന്നും അവർക്കൊന്നിനും വേണ്ട. പക്ഷേ ക്രയോജനിക് വിദ്യ ISROയിൽ നമ്മുടെ തമ്മിതരാനെ നിന്ന് അടിച്ചു മാറ്റാനായിട്ട് മറിയം റഷീദയും പാർട്ടി എല്ലാം കൂടെ വന്നെന്നും പറഞ്ഞുകൊണ്ടൊരു ചാരക്കേസ് ഉണ്ടാക്കി. അതിൽ നമ്മുടെ പോലീസിലുള്ളവരും ഒക്കെ കൂടെ ഇടപെട്ട് എന്തായാലും കരുണാകരൻ ഇതിനകത്ത് കുടുക്കി. കരുണാകരൻ അത് കാരണം 94 രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ ആൻ്റണി തിരിച്ച് അവിടെ നിന്ന് ഇവിടെ വന്ന്, അപ്പോൾ ആൻ്റണിക്ക് വേറൊരു സൗകര്യം കിട്ടി. അവിടെ എന്തോ പഞ്ചസാര കേസിൽ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മന്ത്രിസഭയിൽ തന്നെ അഴിമതി എന്ന് പറഞ്ഞ അദ്ദേഹം രാജിവെച്ചിട്ട് നേരെ ഇവിടെ വന്ന് മുഖ്യമന്ത്രിയായി ചെയ്തു.
96-ൽ കഴിഞ്ഞപ്പം 96 മന്ത്രിസഭയുടെ പീരീഡ് തീർന്നു. AK ആന്റണിയുടെ കാലാവധി മുഖ്യമന്ത്രി കാലാവധിയും കഴിഞ്ഞ് 96 കഴിഞ്ഞപ്പം CBI പറഞ്ഞ് ഈ ചാരക്കേസ് വെറും ചാരമാണ്, ഇതിനകത്തൊന്നുമില്ല. ഇതാണ് കോൺഗ്രസ്സിലെ പരിപാടി. അതായത് ഇങ്ങനെ ഇട്ട് കുറേ നേരം ഇട്ട് അലക്കുമ്പം ഇപ്പോൾ BJP ആണ് ഇദ്ദേഹത്തിനെ ആരോപിക്കുന്ന ഒരു പ്രധാന വിഷയം. BJPയും പിന്നെ SFIയും ഒക്കെയാണ് ഇദ്ദേഹത്തിന് പ്രിയം. കോൺഗ്രസ്സുകാരെ അല്ല എന്ന് വരുത്തി തീർക്കാൻ ഇങ്ങനെ ശ്രമമാണ്. PM ശ്രീയിൽ BJPക്കാർക്ക് വേണ്ടിയിട്ട് BJPക്ക് അനുകൂലമായി മോദി പറഞ്ഞനുസരിച്ച് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് കൊണ്ടുവന്നു. രണ്ടാമത് പിന്നീട് ഈ ശേഷാദ്രി വന്ന് പിന്നെ ഇലക്ഷൻ കമ്മീഷണറായപ്പം അദ്ദേഹത്തിന് ഈ വലിയ കുറിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് സംഘീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും VD സതീശൻ്റെ പടലിലിട്ടു. അപ്പോൾ VD സതീശനെ കാവ്യ പുതപ്പിക്കലാണ് ഇപ്പം ഇവരുടെ പണി. അങ്ങനെ കുറച്ച് നാൾ കാവ്യ പുതപ്പിച്ച് പല പ്രാവശ്യം വരുമ്പോഴേ പിന്നെ ഈ ലീഗുകാർക്കും തോന്നും ലീഗുകാരുടെ പിന്തുണയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനം. ലീഗുകാരെ ഒന്ന് അകറ്റണം. ഇപ്പം തൽക്കാലം അകലില്ലെങ്കിലും ഇത് പല പ്രാവശ്യം ആകുമ്പം ലീഗിലെ ചില അന്ധന്മാരുണ്ട്. ഇവർ പറയും അത് ശരിയാണല്ലോ, ഇങ്ങനെ സ്ഥിരം ഇതാണല്ലോ പരിപാടി. PM ശ്രീ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ശേഷാദ്രിയെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നു. അത് ഇങ്ങനെ SFIക്കും പിന്നെ BJPക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇവർ സീറ്റ് കൊടുത്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും വേണ്ടേ. പിന്നെ ശശികല ടീച്ചർ വന്നപ്പം ശശികല ടീച്ചർക്ക് ഗ്രാൻഡ് വെൽക്കം, ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാർക്ക് ഗ്രാൻഡ് വെൽക്കം. അതേസമയം കോൺഗ്രസ്സിലുള്ളവരവിടെ ക്യൂ നിന്നിട്ട് അവർക്കാർക്കും വേണ്ട സ്ഥാനം കൊടുക്കുന്നില്ല, സീറ്റ് കാണാൻ സമ്മതിക്കുന്നില്ല. അലോഷ്യസിനെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ കളഞ്ഞു. മൈൻഡ് ചെയ്തില്ല. അലോഷ്യസ് സേവറിൻ്റെ മുമ്പിൽ നിന്ന സ്ത്രീകളോടൊക്കെ അദ്ദേഹം ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു. അലോഷ്യസിനടുത്ത് വരുന്നപ്പോൾ കാണാത്ത മട്ടിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം BJPക്കാർക്കും SFIക്കാർക്കും മാർക്സിസ്റ്റുകാർക്കും വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു വരുമ്പം ഒരു പ്രാവശ്യം ഒരു ട്രാപ്പിൽ വീഴണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ നോക്കുമ്പോൾ മുതിർന്ന മന്ത്രിമാരുടെ മറ്റുള്ളവരൊക്കെ തന്നെ അവരവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക് പടവെട്ടി മുന്നോട്ട് പോകുന്നു. K മുരളീധരൻ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ നോക്കുമ്പോൾ കാര്യങ്ങൾ വെടിപ്പായി പോകുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കുറച്ച് വിവാദങ്ങൾ പോകുന്നതാണ് പ്രശ്നം. കാര്യങ്ങൾ വെടക്കായി പോകുമായിരുന്നെങ്കിൽ ആരും വലിയ എതിർക്കാൻ വരില്ല. ആ വിഷയത്തിൽ പിടിച്ചങ്ങ് നിന്നേനെ. ഇതിപ്പോൾ ഇല്ലാത്തത് ഉണ്ടായിക്കൊണ്ടുവരികയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ VSനെതിരെ പിണറായി നടത്തിയ പോര് കടമെടുത്തുകൊണ്ട് VD സതീശൻ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ VSൻ്റെ റോളിൽ VD സതീശനും പിണറായിയുടെ റോളിൽ KC വേണുഗോപാലുമാണ് നിൽക്കുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. അന്ന് VSന് കേന്ദ്ര സപ്പോർട്ടുണ്ടായിരുന്നു, പോളിറ്റ് ബ്യൂറോയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. പിണറായിക്ക് അതില്ലായിരുന്നു. ഇവിടെ VD സതീശന് കേന്ദ്രത്തിൻ്റെ സപ്പോർട്ടില്ല, ഹൈക്കമാൻഡിൻ്റെ സപ്പോർട്ടില്ല. പകരം KCക്ക് ഹൈക്കമാൻഡിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഘടകത്തെ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് പിണറായി അധികാരത്തിൽ വന്നത്. പോപ്പുലാരിറ്റിയിൽ VS ആയിരുന്നു മുമ്പിൽ. ജനസാഗരങ്ങൾ അദ്ദേഹം ചെല്ലുമ്പോൾ ഇങ്ങനെ അലമാലയായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ ജനസാഗരത്തിനെ വകഞ്ഞു നീങ്ങിക്കൊണ്ട് പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിലേക്ക് പോകാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പിടിമുറുക്കമാണ്. ആ പിടി ഇല്ലായിരുന്നെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇവിടെ VD സതീശനും പാർട്ടിയിൽ പിടി കുറവാണ്. അത് KC വേണുഗോപാൽ നേടിയെടുക്കും എന്നുള്ളൊരു രീതിയിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ VD സതീശൻ ഈ ഗ്രൂപ്പ് വേണം എന്ന് തോന്നി. കാരണം ഇപ്പോൾ ഇതുവരെ ഗ്രൂപ്പില്ലാതെ ഉയർന്നു വന്ന നേതാവാണ്. ഇനിയൊരു ഗ്രൂപ്പ് വേണമെന്നും തനിക്കൊപ്പം ആളുകൾ നിൽക്കണം എന്നും കരുതി മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാകുമോ കേരളത്തിൽ? ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്നില്ല. കരുത്തനായ ഒരു ലീഡർ വന്നാൽ അവിടെ ഗ്രൂപ്പ് ഉണ്ടായിക്കൊള്ളും. ഒപ്പം നിൽക്കാൻ അവർക്ക് നല്ല മിടുക്കാണ്. ഇവിടെ നിന്ന് കാര്യം സാധിക്കാൻ പറ്റാത്ത കുറേ പേര് അപ്പുറത്ത് പൊക്കോളും. അങ്ങനെ അവിടെ ഒരു ഗ്രൂപ്പ് തനിയെ ഉണ്ടായിക്കൊള്ളും. ഇദ്ദേഹം അറിയണമെന്നില്ല. ഇദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ്, VD സതീശൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടാവും. അങ്ങനെ അത് ബലപ്പെട്ട് വരും. ആന്റണി ഇങ്ങനെ ആയിരുന്നല്ലോ. ആന്റണി ഒരിക്കലും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല. ആന്റണിയുടെ പേരിൽ വേറെ ചിലരാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആന്റണി 1970-കളിൽ ആന്റണി യുവാക്കളുടെ നേതാവായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ വോട്ട് സമരമൊക്കെ ആലപ്പുഴയിൽ 4ാം സമരം എന്നൊക്കെ പറഞ്ഞ് സമരമൊക്കെ നടത്തി വലിയ പേരെ കിട്ടി. അങ്ങനെ ആന്റണി യുവാക്കളുടെ നേതാവായിട്ട് നിൽക്കുമ്പം ഈ KM ജോൺ എന്ന് പറഞ്ഞ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് MA ജോൺ ആണ് ആദ്യമായിട്ട് ഈ ആന്റണിയുടെ കെയർ ഓഫിൽ
ഇത് കിളവന്മാരെല്ലാം പോട്ടെ, യുവാക്കൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രക്ഷോഭം ഉണ്ടായത് കെ കരുണാകരനെതിരെ നടത്തിയ അടിയാണ്. കരുണാകരൻ ഇതൊക്കെ അറിയാം. അതുകൊണ്ട് കരുണാകരൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആന്റണിയെ തലോടും. ആന്റണിക്ക് വേണ്ട ആന്റണി പാവമാണെന്ന് കെ കരുണാകരൻ അറിയാം. പക്ഷേ ആന്റണിയുടെ കെയർ ഓഫിൽ എക്കാലത്തും ഒരു ഗ്രൂപ്പ് ഇവിടെ വളർന്നു വന്നിരുന്നു. പിന്നെ ആന്റണി എപ്പോൾ ശക്തി പ്രാപിച്ചോ അന്ന് ആന്റണിക്ക് കൊട്ടും കൊടുത്തിട്ടുണ്ട്. ആന്റണി AK ആന്റണിയാണ് ഏറ്റവും കൂടുതൽ കാലം ഈ പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുള്ള ആൾ. അദ്ദേഹം 70കളിൽ ഏതാണ്ട് അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം KPC പ്രസിഡന്റ് എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ AK ആന്റണി കരുണാകരന് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും, കരുണാകരൻ AK ആന്റണിക്ക് സപ്പോർട്ട് ചെയ്യും. കരുണാകരൻ പറഞ്ഞിട്ടാണ് കേന്ദ്രമന്ത്രിസഭയിൽ AK ആന്റണിക്ക് സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ട് കിട്ടിയത് അന്ന് 93-ൽ. അത് കിട്ടിക്കഴിഞ്ഞപ്പം AK ആന്റണി ഇവിടുത്തെ ഗ്രൂപ്പെല്ലാം മതിയാക്കി അങ്ങ് പോയി. പിന്നെ ഈ തിരുത്തൽവാദികളാണ് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കോൺഗ്രസിനകത്ത് AK ആന്റണി ഒരിക്കലും ഗ്രൂപ്പിസത്തിന് നിന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ആര്യാട മുഹമ്മദ് അദ്ദേഹത്തിന് പറഞ്ഞു നിന്നിട്ടുണ്ട്, ഉമ്മൻചാണ്ടി നിന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും AK ആന്റണി തനിക്കൊരു ഗ്രൂപ്പുള്ള രീതിയിൽ വന്നിട്ടില്ല. ഒരിക്കൽ വന്ന് സംശയം തോന്നിയപ്പം വയലാർ രവിയെ വെച്ച് KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് പുറത്താക്കി തൻ്റെ കഴിവ് കാണിക്കുകയും ചെയ്തു കരുണാകരൻ. AK ആന്റണി ഏറ്റവും കൂടുതൽ നാൾ KPC പ്രസിഡന്റ് ആയിരുന്ന ആൾ സർവ്വസമ്മതൻ. അദ്ദേഹത്തിന് വയലാർ രവിയെ വെച്ച് തോൽപ്പിക്കാനും കരുണാകരൻ മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ VD സതീശന് ഇവിടെ ഗ്രൂപ്പൊന്നും ഉണ്ടാക്കണ്ട. VD സതീശൻ മിണ്ടാതെ നിന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് എന്നാൽ തന്നെ ഒരു ഗ്രൂപ്പ് തനിയെ പറയും വന്നോളും. ഇപ്പം തന്നെ ഒരു പവർ സെൻ്ററായി അദ്ദേഹം മാറിയിട്ടുണ്ട്. പലർക്കും അദ്ദേഹത്തിനോട് വലിയ അടുപ്പവും തൃപ്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാബിനറ്റിലും ഒക്കെ ഏറ്റവും വലുത് K മുരളീധരനൊക്കെ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും VD സതീശനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ കരുണാകരൻ ആന്റണിയെ കേന്ദ്രമന്ത്രിയാക്കിയതുപോലെ ഇവിടെ വയലാർ രവിയെ ഇവിടെ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കി നിർത്തിയത് ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹവും ഡയറക്റ്റായിട്ട് ഇനിയിപ്പം എതിർക്കാൻ പോവില്ല. അപ്പോൾ VD സതീശൻ അത്യാവശ്യത്തിനൊരു ഗ്രൂപ്പ് അവിടെ ഗ്രൂപ്പില്ല എങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിയാണ്. ആ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ശക്തമായ ഗ്രൂപ്പ് തന്നെയാണ്. അതൊന്നും പെട്ടെന്ന് വെയിറ്റ് ചെയ്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതാണ് AK ആന്റണിയുടെ ഒരു സപ്പോർട്ടും VD സതീശന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തീർച്ചയായിട്ടും ഇനി മാറാൻ വഴിയില്ല. കാരണം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ തന്നെ KPC പ്രസിഡന്റായ ആളാണ്. 73 മുതൽ 77 വരെയും 78 മുതൽ 82 വരെയും അത് കഴിഞ്ഞ് 87 മുതൽ 92 വരെ, ഇങ്ങനെ 3 ടേമിലായിട്ട് ഏറെ നാൾ KPC പ്രസിഡന്റായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈസി വാക്ക് ഓവറായിരുന്നു എല്ലാ സ്ഥാനത്തേക്കും. അതായത് കേന്ദ്രത്തിൽ ഒരു 3-ാം ഊഴം UPA ഗവൺമെൻറ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും തുടർന്ന് ഇന്ത്യൻ പ്രസിഡന്റും ആയേനെ. അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യത AK ആന്റണിക്ക് ഉണ്ടായിരുന്നു. അത്രയും സീനിയറായിട്ട് ഒരാൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കിന് ഹൈക്കമാൻഡ് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള നേതാക്കളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ VD സതീശന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും. പക്ഷേ ഒരു KPC പ്രസിഡന്റ് ആരാകുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ്. KPCC പ്രസിഡന്റിൽ പിടിമുറുക്കുക എന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ തന്ത്രം. കാരണം മുഖ്യമന്ത്രി പറയുന്നതിനെ വീറ്റോ ചെയ്യാൻ പറ്റിയ ആളാണ് KPC പ്രസിഡന്റ്. KPC പ്രസിഡന്റ് പറയുകയാണ് അത് പാർട്ടിയുടെ നിലപാടല്ല, മുഖ്യമന്ത്രി എടുത്ത ഈ തീരുമാനം മാറ്റണം. അതുപോലെ മുഖ്യമന്ത്രിയെ വിളിച്ചിരുത്തി സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ KPC പ്രസിഡന്റാണ്. ഇപ്പോഴും KPCC കൂടണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? മുഖ്യമന്ത്രിയെ എവിടെയെങ്കിലും കൊണ്ട് തിളയ്ക്കണമെങ്കിൽ KPCC ഓഫീസിലേ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നാമതായി കോൺഗ്രസ്സുകാരനാണ്, രണ്ടാമതായി മാത്രമേ മുഖ്യമന്ത്രിയെ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം. പക്ഷേ റിയലായിട്ട് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ഒരു KPC പ്രസിഡന്റ്, വാചകം അടിക്കാൻ കഴിയുന്ന ഒരു KPC പ്രസിഡന്റ്, നട്ടലുള്ള ഒരു KPC പ്രസിഡന്റ് വന്നാൽ മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്താമെന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഈ വരച്ച വരയിൽ നിർത്തുന്ന ഈ കസേര കളി അത് ഈ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും സാധ്യതകളും ജനങ്ങളുടെ മനസ്സിലെ സ്ഥാനവും തകർക്കാതിരുന്നാൽ മതി, അല്ലേ? അതെ, അത് കൂടുതൽ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ പുലി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ കാവി പുതപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും കാവി പുതയ്ക്കാനുള്ള സൗകര്യവും VD സതീശനുണ്ട്. ഈ നരേന്ദ്രമോദി ചിരിക്കുന്നതും തോളി തട്ടുന്നതൊന്നും വെറുതെ ആവില്ല. അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷ്യങ്ങൾ കാണും, മനസ്സിലായില്ലേ? ആവശ്യം വന്നാൽ അങ്ങനെയും നോക്കാം എന്നുള്ളത് അവിടെ കാണും. അത് ഇവിടെ ഇപ്പം മനസ്സിൽ വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ശല്യം മൂത്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു VD സതീശൻ കോൺഗ്രസ് ഉണ്ടാക്കി
പിന്നെ BJPയുടെ തൊട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ നിന്നുകൊണ്ട് ഒരു സംഗതികളൊക്കെ ഭാവിയിൽ വന്നുകൂടി, ഇപ്പോഴല്ല, ഓക്കെ ഭാവിയിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം എന്തായാലും ചിലരൊക്കെ പറയുന്നുണ്ട്, ചില മുതിർന്ന നേതാക്കളൊക്കെ തന്നെ അടക്കം പറയുന്നതായി എനിക്ക് കേൾക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അറിയാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പാർട്ടിയുമായി ഒന്ന് ആലോചിക്കാം, മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കാം. എനിക്കൊന്ന് എല്ലാവരെയും കൂടി വിശ്വാസത്തിലെടുത്ത്, അല്ലെങ്കിൽ എല്ലാവരെയും അല്ല, പ്രധാനപ്പെട്ട ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ VD സതീശന് കഴിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് അദ്ദേഹത്തിന് അറിയാം. വിശ്വാസത്തിൽ എടുക്കാന്ന് പറഞ്ഞവർ എന്തിനാണ് വിശ്വാസം എടുക്കുന്നത്? അപ്പോൾ ശേഷാദ്രിനാഥനെ പിന്നെ നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കി, അതിനകത്ത് എന്ത് തെറ്റാണുള്ളത്? വെറുതെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ്. ഇപ്പോൾ KSUക്കാർ ഇപ്പോൾ പറയുന്നത്, KSUക്കാർ വെറുതെ അദ്ദേഹത്തിന് കല്ലെറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പിന്നെ സന്ദീപ് വാര്യരെ എങ്ങനെയാണ് BJPക്കാരനല്ലായിരുന്നു, അദ്ദേഹത്തിനെ പിടിച്ച് കൊണ്ടുവന്ന് ഉടൻ തന്നെ KPCCയുടെ സെക്രട്ടറി ആക്കി, അത് കഴിഞ്ഞ് ഇലക്ഷനിൽ നിർത്തി ജയിപ്പിച്ചു, MLA ആക്കി. അപ്പോൾ ഇത്രയോ കോൺഗ്രസ്സുകാർ എത്രയോ വർഷങ്ങളായി വെള്ളം കോരിയും പിന്നെ കളച്ചോടെ നിൽക്കുന്നവരുണ്ട് KPCCയിലും DCCയിലും ഒക്കെ. അവർക്ക് ആർക്കും കൊടുക്കാത്തൊരു സീറ്റ് എങ്ങനെയാണ് സന്ദീപ് കിട്ടിയത്? എന്തായാലും അങ്ങ് പറയുന്നത് ഇത് കാണിക്കുന്നത് പാർട്ടി എന്ന് പറയുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തേണ്ടി വരും. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചില സന്ദർഭങ്ങളൊക്കെ ചെയ്തിരിക്കാം. പിന്നെ ഇത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സർക്കാരിലെ ഒരു പോസ്റ്റാണ്. ഇത് KPCCക്കാർക്ക് അവകാശപ്പെട്ട ഒരു പോസ്റ്റോ DCCക്കാർക്ക് അവകാശപ്പെട്ട ഒരു പോസ്റ്റല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ആരൊക്കെയാണ് കൊടുക്കേണ്ടത്? ഗവൺമെൻറ് പീഡന തസ്തിക മിടുക്കരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കൊടുക്കേണ്ട, അല്ല വക്കീൽ അഭിഭാഷകർക്ക് കൊടുക്കേണ്ട ഒരു പോസ്റ്റാണ്. എനിക്കിങ്ങനെ ഒരു സന്ദർഭം വന്നു കേട്ടോ. ഞാൻ VS മിനിസ്ട്രിയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു 2011 വരെ. 2011 ആ മന്ത്രിസഭ പോയി കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായി വന്നപ്പം എന്നോട് പറഞ്ഞ്, അപ്പം ഞാൻ ടൂറിസത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്ലാനിംഗ് ആയിട്ട് വർക്ക് ചെയ്യാം. ആ സന്ദർഭത്തിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ, അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാണല്ലോ, വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരാമെന്ന്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതാണ്, ഒരു മാർക്സിസ്റ്റുകാരനെ ഞാൻ കോൺഗ്രസ് ആക്കിയെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. ഞാൻ മാർക്സിസ്റ്റ് അല്ലായിരുന്നു, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ആണ് എനിക്ക് അവിടെയും സീറ്റ് കിട്ടിയത്, ഇവിടെയും സീറ്റ് കിട്ടിയത്. അപ്പോൾ ഈ സീറ്റ് കിട്ടുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. സർക്കാരിലെ പദവികൾ ആർക്കാണോ പെർഫോം ചെയ്യാൻ കഴിയുന്നത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തന്നെയായിരിക്കണം VD സതീശൻ്റെ മനസ്സിലും ഉള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും പെർഫോം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന VD സതീശൻ പെർഫോമൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അത്തരത്തിലുള്ള ആളുകളെ ഓരോ സ്ഥാനത്തും നിയോഗിക്കുന്നു എന്നുള്ള അഭിപ്രായത്തിനും ശക്തിയേറുകയാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പാർട്ടിയിലും അതുപോലെ തന്നെ മുന്നണിയിലും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ കാണാതെ പോകരുത് എന്ന് നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ KC വേണുഗോപാൽ പക്ഷം സ്ട്രോങ് ആയി തന്നെ ഇനിയും VD സതീശനെതിരെ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഒരു ഭരണ തുടർച്ച ലഭിക്കുകയാണ് എങ്കിൽ വീണ്ടും ഓട്ടോമാറ്റിക്കലി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക VD സതീശൻ്റെ പേരായിരിക്കും. പക്ഷേ ആ 10 വർഷത്തെ ടേം എങ്ങനെ സ്ഥാനമില്ലാതെ മാറിയിരുന്ന് കണ്ടു നിൽക്കാൻ സാധിക്കുമെന്ന് മറുവശത്തുള്ളവർ ചിന്തിക്കുകയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും VD സതീശന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല പാർട്ടിക്കുള്ളിലും. കാരണം ഇനി വരാൻ പോകുന്ന KPCC പ്രസിഡന്റ് ആരായിരിക്കും എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. അദ്ദേഹം VD സതീശനെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ ശ്രമിക്കുമോ? VD സതീശൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അതിന് വഴങ്ങിക്കൊടുക്കുമോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. വരാനിരിക്കുന്ന നാളുകളിൽ കാണേണ്ട കാര്യങ്ങളുമാണ്. കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.